ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അലിഗേറ്റർ കാറിൻ്റെ വാട്ടർ ചേഞ്ചും അതിൻ്റെ ഹെൽത്ത് അപ്ഡേറ്റും അതുപോലെ തന്നെ നമ്മൾ മുമ്പ് ചെയ്ത അലിഗേറ്റർ കാർ വീഡിയോന് നമുക്ക് ഒന്ന് രണ്ട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അലിഗേറ്റർ കാറിൻ്റെ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ ആണ്, പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഫീഡിംഗ് വീഡിയോസ് ആണ്. വാട്ടർ ചേഞ്ച് വീഡിയോസ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് റിക്കവറായിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഹെൽത്തും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മളത് കിടക്കുന്ന ആ ഒരു ക്രേറ്റ് ആ ബോക്സിൽ വാട്ടർ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, വെള്ളം വലിച്ച് കളയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മീനിനെ പിടിച്ച് നമ്മൾ ഈ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്ന് ഈ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ ഇതിനെ ഈ ബക്കറ്റിലേക്ക് തന്നെയാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ബക്കറ്റിലേക്ക് ഇട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് അത് ലൈഫിലേക്ക് തിരിച്ചു വന്നത്. ശരിക്കും ഡെഡായി പോകേണ്ട ഒരു മീനായിരുന്നു. ആ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ ആ ഒരു വീഡിയോ കാണാം. അടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. സാധാരണ നമ്മൾ ഫുൾ വെള്ളം കളയാറില്ല. സാധാരണ ഒരു 50% വരെയൊക്കെയാണ് ഞാൻ വാട്ടർ ചേഞ്ച് കൊടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് ദിവസം മുമ്പ് ആ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ്. നമ്മൾ അത് കിടന്ന വെള്ളത്തിൽ തന്നെ വീണ്ടും നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ കളഞ്ഞത്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 50% ഒക്കെ വെള്ളം മാറ്റി കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരിടയ്ക്ക് നമ്മൾ നിർത്തിയിരുന്നു സോൾട്ട് ആഡ് ചെയ്യുന്നത്. തുടക്കത്തിൽ മാത്രമാണ് ഞാൻ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി സാൾട്ടാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇങ്ങനെ നമ്മൾ വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അലിഗേറ്റർ കാറിന് അങ്ങനെ പ്രശ്നമുള്ള മീനല്ല സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വെള്ളത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ബാധിക്കാതിരിക്കാനായിട്ട് ഈ സോൾട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് നോൺ വെജ് ആണ്. നോൺ വെജ് കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പെല്ലറ്റ് ഫുഡോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡൊക്കെ കൊടുക്കുന്ന വെള്ളത്തിനേക്കാളും ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രഷ് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അലിഗേറ്റർ കാറിൻ്റെ ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ റിക്കവർ ആയിട്ടുണ്ട്. പഴയ പോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പ് കാണിച്ചിരുന്ന ആ ഒരു എന്താ പറയുക വെപ്രാളം കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അത് അന്ന് തന്നെ ഓൾമോസ്റ്റ് എന്താ പറയുക പിറ്റേ ദിവസം തന്നെ റിക്കവർ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അത് ആ സിംറ്റംസ് ഒന്നും കാണിച്ചിട്ടില്ല. ഇപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ റിക്കവറായി പഴയ സ്റ്റേജിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഇഷ്യൂ സംഭവിച്ചതിന് ശേഷം ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. പുള്ളിക്കാരൻ അത് ഫുള്ളായിട്ട് തന്നെ കഴിച്ച് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുഡിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല, വേറെ എന്തോ സ്ട്രെസ്സായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ആ ഒരു പ്രശ്നം വന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതിൻ്റെ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ടൈം ചേഞ്ച് ചെയ്താണ്. സാധാരണ ഞാൻ ഡേ ടൈമിലാണ് അത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഫീഡ് ചെയ്യാറുള്ളത്. പക്ഷേ അന്ന് ഞാനൊരു വൈകിട്ട് ഒരു 5 മണി 6 മണി സമയത്താണ്, ഈവനിങ് ടൈമിലാണ് ഫീഡ് ചെയ്തത്. ചിലപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവർ അത്ര ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ ഈ സാധനം ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് ഒരു ഡൈജസ്റ്റീവ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടായി കാണും. അപ്പോൾ സമയം മാറിക്കൊടുത്താണ് ഇഷ്യൂ വരാൻ സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ചിക്കൻ്റെ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് ആ ഫുഡ് തന്നെയാണ്. 2 ദിവസമാണ് നമ്മൾ കൊടുക്കുന്നത്. തിങ്കളും വെള്ളിയാണ് സാധാരണ ഫീഡ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്, ഓവർ ഫീഡൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫുഡിൻ്റെ പ്രോബ്ലം അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ സോൾട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ സാധാരണ ഇതേപോലെ നമ്മൾ വെള്ളം അടിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് പ്രഷറിൽ അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സോൾട്ട് ഡിസോൾവ് ആയിക്കോളും. അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വല്ല കപ്പോ കാര്യങ്ങളോ എടുത്ത് ഒന്ന് ജസ്റ്റ് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം ഡിസോൾവ് ആക്കി സോൾട്ട് ഡിസോൾവ് ആക്കി എടുക്കാം. സോൾട്ട് ഇങ്ങനെ കല്ല് പോലെ എടുക്കുന്നത് അത്ര നല്ലതല്ല. ഡിസോൾവ് ആയിട്ട് മിക്സ് ചെയ്ത് വിടുന്നത് തന്നെയാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പോ എന്തെങ്കിലും എടുത്ത് അതിലേക്ക് ഒരു പിടി സോൾട്ട് ഇട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോൾട്ട് ഫുള്ളായിട്ട് ഡിസോൾവ് ആക്കി വെക്കുന്നതാണ് നല്ലത്. അതായത് വെള്ളത്തിൽ ഇങ്ങനെ കല്ല് പോലെ കിടക്കുന്നതിനേക്കാളും അത് ഡിസോൾവ് ആക്കി ഇടുന്നതാണ് നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും അത് ഡിസോൾവ് ആയി വരുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ മീനുകൾ ആ ഒരു ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഡിസോൾവ് ആയി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം മീനുകൾ അതിലേക്ക് ഇറക്കി വിടുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ക്രേറ്റിനകത്ത് വെള്ളം കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മീനിനെ സാധാരണ ഇങ്ങനെയാണ് ഞാൻ ഇറക്കി വിടാറുള്ളത്. ബക്കറ്റിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ചെരിച്ച് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ടാങ്കിൽ എയറേഷൻ കൊടുക്കുന്നുണ്ട്. അലിഗേറ്റർ കാറിന് ശരിക്കും എയറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാൻ പറ്റുന്ന മീനുകളാണ്. എങ്കിലും നമ്മൾ ഈ ഒരു ഇഷ്യൂ നടന്നതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് എയറേഷൻ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എയറേഷൻ കൊടുക്കാറുണ്ട്, ഓരോ ദിവസം ഇടവിട്ട് എയറേഷൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഇഷ്യൂ സംഭവിച്ചതിന് ശേഷം നമ്മൾ ഡെയിലി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ അലിഗേറ്റർ കാർ എന്ന് പറയുന്നത് ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതർ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന മീനാണ്. അതായത് എയർ ബ്രീതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എയർ ബ്രീതിങ് ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാൻ പറ്റുന്ന മീനുകളെയാണ് എയർ ബ്രീതിങ് ഫിഷ് അല്ലെങ്കിൽ എയർ ബ്രീതേഴ്സ് എന്ന് പറയുന്നത്. അതിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതേഴ്സും 2 ഒബ്ലിഗേറ്ററി എയർ ബ്രീതേഴ്സും. ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് ഇല്ലാതെ ആകുമ്പോഴാണ് അവർ അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നത്. അതിൽപ്പെട്ട ഒരു മീനാണ് ഈ അലിഗേറ്റർ കാർ. അതുപോലെ തന്നെ വേറെ മീനുകളുമുണ്ട്. നമ്മുടെ കാറ്റ് ഫിഷ് ഫാമിലിയിൽ പെട്ട ഈ മുഷി ഇനത്തിൽപ്പെട്ട മീനുകളൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്.
പക്ഷേ ഇനത്തിൽപ്പെട്ട എല്ലാ മീനുകളും ഈ കാറ്റഗറിയിൽ പെട്ടതാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ കുറേ മീനുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ്. പിന്നെ വരുന്ന രണ്ടാമത്തെ എയർ ബ്രീതിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒബ്ലിഗേറ്ററി എയർ ബ്രീതേഴ്സ് ആണ്. അതായത് അവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ ആണ്, അല്ലാതെ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ അല്ല. അതിന് എക്സാമ്പിളാണ് അരപ്പൈമ, അതുപോലെ തന്നെ ഗൗരാമി ഫാമിലിയിൽപ്പെട്ട മത്സ്യങ്ങൾ. രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട മത്സ്യങ്ങളും ചെകിളകൾ വഴി വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതേഴ്സ് ആണെങ്കിൽ അവർ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ എടുത്തിട്ട് ഇല്ലാതാകുമ്പോൾ മാത്രമാണ് മുകളിൽ വന്ന് എടുക്കുന്നത്. ഒബ്ലിഗേറ്ററി എയർ ബ്രീതേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലുള്ള ഓക്സിജൻ അവരധികം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വെള്ളത്തിൽ അവർ എടുക്കുന്നുണ്ട് എങ്കിലും അവരധികം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫ്രീക്വൻ്റ് ആയിട്ട് വന്ന് മുകളിൽ നിന്ന് എടുക്കുന്ന മീനുകളാണ് ഒബ്ലിഗേറ്ററി. അതാണ് അരപ്പൈമയും ഗൗരാമികളൊക്കെ. അതുകൊണ്ട് ഈ ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതിങ് ഗ്രൂപ്പിൽ പെട്ട മീനുകളായിട്ടുള്ള അലിഗേറ്റർകാർ അല്ലെങ്കിൽ മറ്റ് മത്സ്യങ്ങൾ അവർക്കൊക്കെ ഈ എയറേഷൻ കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിർബന്ധമില്ല എങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ്. ചെകിളകൾ വഴി വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് അവർ യൂസ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ അവർക്ക് അന്തരീക്ഷത്തിൽ വന്ന് ഡയറക്റ്റ് എടുക്കാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള ഓക്സിജൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് മുകളിൽ വന്ന് എടുക്കേണ്ടി വരും. അത് സാധാരണ അവർ ചെയ്യാത്തൊരു പരിപാടിയാണ്. കൂടുതലും അവർ ചെകിളകൾ വഴി വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് എടുക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ തീരുമ്പോൾ അവർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് അടിക്കടി വന്ന് മുകളിൽ നിന്ന് എടുക്കേണ്ടി വരും. അത് അവർക്ക് ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവർ പിടിച്ച് നിൽക്കും, അവർക്ക് ഡയറക്റ്റ് എടുക്കാം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് കിട്ടാതെ വരുമ്പോൾ, വെള്ളത്തിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചിലപ്പോൾ മുകളിൽ വന്ന് എടുക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതിങ് ഗ്രൂപ്പിൽപ്പെട്ട മീനുകൾക്ക് എയറേഷൻ കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. ഞാൻ പൊതുവേ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാ മീനുകൾക്കും കൊടുക്കണമെന്നാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ. ഞാൻ എല്ലാ മീനുകൾക്കും കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളാണ്. കാരണങ്ങൾ പലതാണ്, ഞാൻ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് വെള്ളം കണ്ടീഷനായിട്ട് കിടക്കാനും, വെള്ളത്തിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസിന് സർവൈവ് ചെയ്യാനും, ചെടികളുണ്ടെങ്കിൽ അതിന് സർവൈവ് ചെയ്യാനും എല്ലാത്തിനും ഓക്സിജൻ വേണം. അപ്പോൾ നമ്മൾ അത് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കുന്ന മീനുകളാണെങ്കിൽ പോലും, അതായത് ഒബ്ലിഗേറ്ററി കാറ്റഗറിയിൽ പെട്ട ഗൗരാമികൾ അല്ലെങ്കിൽ അരപ്പൈമകളാണെങ്കിൽ പോലും നമ്മൾ വെള്ളം കണ്ടീഷനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് എയറേഷൻ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. വെള്ളത്തിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിലുള്ള കാര്യങ്ങൾ, അതിനകത്തുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയാസും ചെടികളും അല്ലെങ്കിൽ ആൽഗി എന്താണെങ്കിലും അതിന് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ സാധനങ്ങൾക്കെല്ലാം ഓക്സിജൻ വേണം. അപ്പോൾ വെള്ളത്തിലെ ഓക്സിജൻ തീർന്നു കഴിഞ്ഞാൽ അതെല്ലാത്തിനെയും ബാധിക്കും. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഏത് മീനാണെന്നുണ്ടെങ്കിലും അതിന് അന്തരീക്ഷത്തിൽ ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ എയറേഷൻ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ എയറേഷൻ കൊടുക്കുന്നതിനുള്ള വേറെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വെള്ളം സ്റ്റില്ലായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീനുകൾക്ക് ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടായിരിക്കില്ല, ഒരു എൻ്റർടൈൻമെൻറ്റും ഉണ്ടായിരിക്കില്ല, അവരിങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുകയായിരിക്കും. ഇതേപോലെ വെള്ളത്തിൽ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എജിറ്റേഷൻ സംഭവിക്കുമ്പോൾ ബബിൾസ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് അതൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയയും കൂടിയാണ്. അതായത് ഈ ഏരിയയിലൊക്കെ വന്നിട്ട് അവർ കളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും, ബോഡി നല്ല ആക്റ്റീവായിട്ട് നിൽക്കും, മെറ്റബോളിസം ഒക്കെ നന്നായിട്ട് നടക്കും, ഡൈജഷൻ നന്നായിട്ട് നടക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു സംഭവം നമ്മൾ വെള്ളത്തിൽ ഒരു വാട്ടർ മൂവ്മെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും എയറേഷൻ കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക്, അതായത് അലിഗേറ്റർകാരൻ്റെ വീഡിയോയ്ക്ക് വന്ന കമൻറ്റിനെ കുറിച്ച് പറയാം. അപ്പോൾ അലിഗേറ്റർകാരനെ വളർത്തുന്നുണ്ട്, ചെറിയ അലിഗേറ്റർകാരനെയാണ് അവർ വളർത്തുന്നത്. അത് വിറയ്ക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഷിവറിങ് വരുന്നു, വെള്ളം നന്നായിട്ട് തണുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. അത് 100% എനിക്ക് തോന്നുന്നത് അത് വെള്ളത്തിൻ്റെ പ്രോബ്ലം തന്നെയാണ്. അതായത് ഇപ്പോൾ രാവിലെ തണുപ്പും കാര്യങ്ങളൊക്കെയാണ്, ചില ദിവസങ്ങളിൽ തണുപ്പും മഞ്ഞും പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർ മീനിനെ വെച്ചിരിക്കുന്നത് പുറത്താണ്, പക്ഷേ ഡയറക്റ്റ് മഴവെള്ളം വീഴുന്നില്ല. ഡയറക്റ്റ് മഴവെള്ളം വീണാലും റിസ്ക് തന്നെയാണ് ഈ ഒരു എന്താ പറയുക തണുപ്പുള്ള സമയത്ത്. ശരിക്കും തണുപ്പ് ക്ലൈമറ്റിനോട് മഴയോടൊക്കെ അഡാപ്റ്റ് ആവുന്ന ഒരു മീനാണ് ശരിക്കും അലിഗേറ്റർകാർ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ വരുന്നു, പിന്നെ പെട്ടെന്ന് ചൂട് വരുന്നു, ഇങ്ങനെ എന്താ പറയുക സഡൻ ആയിട്ടുള്ള ഷിഫ്റ്റാണ് ടെമ്പറേച്ചറിൽ വരുന്നത്. അപ്പോൾ വെള്ളം തണുത്തത് കൊണ്ട് തന്നെ ആയിരിക്കാനാണ് സാധ്യത, അത് വിറയ്ക്കുന്നത് അതുകൊണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് ഒന്നുകിൽ അക്വേറിയങ്ങളിലൊക്കെ ആണെങ്കിൽ ഹീറ്റർ യൂസ് ചെയ്യാം, എന്നിട്ട് ടെമ്പറേച്ചർ ബാലൻസ് ചെയ്ത് നിർത്താം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു വെച്ച വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നോർമൽ ടെമ്പറേച്ചറിൽ പിടിച്ചു വെച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ചെറിയ ശതമാനം, അല്ലെങ്കിൽ 30%, 40% ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അലിഗേറ്റർകാരന് ഇതുവരെ ആ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ടെമ്പറേച്ചർ ഇങ്ങനെ വെള്ളം തണുക്കുമ്പോൾ അങ്ങനെ ഷിവർ ചെയ്യുന്ന അല്ലെങ്കിൽ വിറയ്ക്കുന്ന ആ ഒരു ഇഷ്യൂ ഇതുവരെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ മീൻ വിറയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് തണുപ്പ് കുറഞ്ഞ ഒരു ഏരിയയിലേക്കൊക്കെ അതിൻ്റെ ടാങ്കോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ക്രേറ്റോ കാര്യങ്ങളോ മാറ്റി വയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കുറച്ച് ഉൾഭാഗത്തേക്കൊക്കെ അല്ലെങ്കിൽ ഡ്രസ്സ് അടിച്ച ഭാഗത്തൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് തന്നെയാണ്, സഡൻ ഷിഫ്റ്റ് ടെമ്പറേച്ചറിൽ വരുമ്പോഴാണ്. അതായത് മീൻ കുറച്ച് സമയം ആ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ അത് അഡാപ്റ്റ് ആവും. ഇതിപ്പോൾ അഡാപ്റ്റ് ആവാനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല. ഈ പെട്ടെന്ന് ഇങ്ങനെ ക്ലൈമറ്റ് മാറിയും പെട്ടെന്ന് മഴ വരുന്നു, ചൂട് വരുന്നു, ഇങ്ങനെ വരുമ്പോൾ അതിന് അഡാപ്റ്റ് ആവാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും അലിഗേറ്റർകാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴവെള്ളമൊന്നും ഡയറക്റ്റ് വീഴുന്നത് പ്രശ്നമല്ലാത്തൊരു മീനാണ്. അതിനോടൊക്കെ അഡാപ്റ്റ് ആവുന്ന ഒരു മീനാണ്. നാച്ചുറലി അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ ആ ട്യൂബ് കാണിച്ചില്ല, എയർ ട്യൂബ് കാണിച്ചില്ല. അതെന്താ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിന്നായിട്ടുള്ള ട്യൂബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നെറ്റ് വെച്ച് കവർ ചെയ്യുന്ന സമയത്ത് അത് എയർ ബ്ലോക്ക് ആവും.
അത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അക്വേറിയം ഷോപ്പിൽ പോയിട്ട് വാങ്ങുമ്പോൾ എപ്പോഴും കട്ടിയുള്ള എയർ ട്യൂബ്, എയറേറ്ററിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ട്യൂബ്, കട്ടിയുള്ള ട്യൂബ് വേണം നമ്മൾ വാങ്ങാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഓട് വെച്ച് നെറ്റ് വെച്ച് ഇങ്ങനെ ടൈറ്റായിട്ട് കവർ ചെയ്യുമ്പോൾ ആ ഒരു എയർ ട്യൂബ് ടൈറ്റായിട്ട് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കട്ടിയുള്ളത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ നെറ്റ് വെച്ച് ടൈറ്റായിട്ട് കവർ ചെയ്യുമ്പോൾ അത് എന്താ പറയുക, പ്രസ് ആവില്ല. കട്ടി കുറഞ്ഞത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പ്രസ് ആവും, കട്ടിയുള്ളത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പ്രസ് ആവില്ല. പിന്നെ നമ്മൾ ഇതുപോലെ എയറേറ്റർ വെക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു ടാങ്കിന് താഴെ ലെവലിൽ വെക്കാനായിട്ട് പാടില്ല. ടാങ്കിൻ്റെ മുകൾ ലെവലിൽ വേണം അത് പ്ലേസ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ താഴത്താണ് വെച്ചിട്ടുള്ളത് എയറേറ്റർ, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയല്ല വെക്കേണ്ടത്, ടാങ്ക് ലെവലിൻ്റെ മുകളിലാണ് വെക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയറേറ്റർ ഓഫ് ആക്കുന്ന സമയത്ത് ഈ ടാങ്കിലെ വെള്ളം ഈ ട്യൂബിലൂടെ ഇറങ്ങി എയറേറ്ററിലേക്ക് വരും. മനസ്സിലായോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ടാങ്ക് ലെവലിൻ്റെ മുകളിൽ വേണം എപ്പോഴും നമ്മൾ എയറേറ്റർ വെക്കാനായിട്ട്, അല്ലെങ്കിൽ എയർ പമ്പ് വെക്കാനായിട്ട്. ഞാനിങ്ങനെ വെച്ചേക്കുന്നത് ഞാൻ ടെമ്പററി ആയിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എടുത്ത് മാറ്റും. അതുകൊണ്ട് എയറേറ്ററിൻ്റെ പൊസിഷൻ എപ്പോഴും ടാങ്ക് ലെവലിൻ്റെ മുകളിലായിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.